നമസ്കാരം. ഇഫക്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറെ വിവാദമായൊരു വാക്കാണ് വഖഫ്. വഖഫ് എന്ന വാക്കിൻ്റെ അർത്ഥം തടങ്കൽ എന്നാണ്. നിയമപരമായ സന്ദർഭത്തിൽ വഖഫ് എന്നാൽ ഒരു വസ്തുവിൻ്റെ തടങ്കൽ എന്നാണ് അർത്ഥമാക്കുന്നത്. അള്ളാഹുവിൻ്റെ മാർഗം 1995 വഖഫ് നിയമം മുസ്ലിം നിയമം അനുശാസിക്കുന്ന മതപരമോ ജീവകാരുണ്യമോ ആയി അംഗീകരിക്കുന്ന ഏതൊരു ആവശ്യത്തിനും അള്ളാഹുവിൻ്റെ പേരിൽ മതപരമോ ജീവകാരുണ്യമോ ആയ ആവശ്യങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ട സ്വത്താണ് വഖഫ്. ഈ വഖഫ് സ്വത്തുക്കളുടെ മേൽനോട്ടം, ക്രയവിക്രയം എന്നിവയ്ക്കു വേണ്ടി സർക്കാരിന് കീഴിലുള്ള സ്വതന്ത്ര സ്ഥാപനമാണ് വഖഫ് ബോർഡ്. 1995 വഖഫ് നിയമപ്രകാരമാണ് സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡ് നിലവിൽ വന്നത്. മുസ്ലിം പണ്ഡിതരും നിയമസഭാ അംഗങ്ങളുമൊക്കെയാണ് ബോർഡ് അംഗങ്ങളിൽ ഉൾപ്പെടുന്നത്. 1954 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് വഖഫ് നിയമം പാസാക്കിയത്. ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറിയ മുസ്ലിങ്ങളുടെ ഭൂമി വഖഫ് ബോർഡുകൾക്കാണ് നൽകിയത്. 1964 കേന്ദ്ര വഖഫ് കൗൺസിലും 1995 എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും വഖഫ് ബോർഡുകളും രൂപീകരിച്ചു. 54 നിയമം ഭേദഗതി ചെയ്താണ് 1995 നിയമം പാസാക്കിയത്. 2013 വഖഫ് സ്വത്തിനെ പറ്റി തീരുമാനിക്കാൻ ബോർഡിന് അധികാരം നൽകുന്നതിന് ഭേദഗതി 40 നിയമത്തിൽ കൂട്ടിച്ചേർത്തു. വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ള കുറഞ്ഞത് 5 വർഷമെങ്കിലും ഇസ്ലാം ആചരിക്കുന്ന വ്യക്തിയുമായിരിക്കണമെന്നതാണ് നിർവചനം. വഖഫ് ബില്ലിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന പുതിയ ബില്ലാണ് നിലവിൽ രാജ്യത്തെ ചർച്ച. നിലവിലെ വഖഫ് ബില്ലിൽ വിവിധ മാറ്റങ്ങളാണ് ബില്ലിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ബിൽ നിയമപരമായി വരുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ അറിയുവാൻ കഴിയില്ലെങ്കിലും രാജ്യവ്യാപകമായ ചർച്ചയ്ക്കാണ് ഇത് തുടക്കമിട്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പേരിൽ മതപരമോ ജീവകാരുണ്യമോ ആയ ആവശ്യങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ട സ്വത്താണ് വഖഫ്. ഈ വഖഫ് സ്വത്തുക്കളുടെ മേൽനോട്ടം, ക്രയവിക്രയം എന്നിവയ്ക്കു വേണ്ടി സർക്കാരിന് കീഴിലുള്ള സ്വതന്ത്ര സ്ഥാപനമാണ് വഖഫ് ബോർഡ്. 1995 വഖഫ് നിയമപ്രകാരമാണ് സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡ് നിലവിൽ വന്നത്. മുസ്ലിം പണ്ഡിതരും നിയമസഭാ അംഗങ്ങളുമൊക്കെയാണ് ബോർഡ് അംഗങ്ങളിൽ ഉൾപ്പെടുന്നത്. 1954 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് വഖഫ് നിയമം പാസാക്കിയത്. ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറിയ മുസ്ലിങ്ങളുടെ ഭൂമി വഖഫ് ബോർഡുകൾക്കാണ് നൽകിയത്. 1964 കേന്ദ്ര വഖഫ് കൗൺസിലും 1995 എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും വഖഫ് ബോർഡുകളും രൂപീകരിച്ചു. 54 നിയമം ഭേദഗതി ചെയ്താണ് 1995 നിയമം പാസാക്കിയത്. 2013 വഖഫ് സ്വത്തിനെപ്പറ്റി തീരുമാനിക്കാൻ ബോർഡിന് അധികാരം നൽകുന്ന ഭേദഗതി 40 നിയമത്തിൽ കൂട്ടിച്ചേർത്തു. ബില്ലിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ: 1995 വഖഫ് നിയമത്തെ ഏകീകൃത വഖഫ് മാനേജ്മെൻറ്റ് ശാക്തീകരണം കാര്യക്ഷമത വികസനം നിയമം 1995 പുനർനാമകരണം ചെയ്യണമെന്നാണ് വഖഫ് ഭേദഗതി ബില്ലിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം. വഖഫ് സ്വത്തിനെപ്പറ്റി തീരുമാനിക്കാൻ ബോർഡിന് അധികാരമുള്ള സെക്ഷൻ 40 ഒഴിവാക്കണം. സമിതികളിൽ മുസ്ലിം സ്ത്രീകളുടെയും ഇതര മതസ്ഥരുടെയും പ്രാതിനിധ്യം, ബൊഹാറകൾക്കും അഖഖാനികൾക്കുമായി പ്രത്യേക ഔക്കാഫ് ബോർഡ്, ഷിയ, സുന്നി, ബൊഹ്റ, അലഖാനി തുടങ്ങി മുസ്ലിം വിഭാഗത്തിൻ്റെ ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യം തുടങ്ങിയവയും ബില്ലിലുണ്ട്. വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ള കുറഞ്ഞത് 5 വർഷമെങ്കിലും ഇസ്ലാം ആചരിക്കുന്ന വ്യക്തിയുമായിരിക്കണമെന്നതാണ് ബില്ലിലെ നിർവചനം. വഖഫുകളുടെ രജിസ്ട്രേഷൻ രീതി കാര്യക്ഷമമാക്കണം. ഏതെങ്കിലും വസ്തുവിനെ വഖഫ് സ്വത്തായി രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ബന്ധപ്പെട്ടവരെ അറിയിച്ച് റവന്യൂ നിയമങ്ങൾ അനുസരിച്ച് മാറ്റം വരുത്തണം. വഖഫ് ബോർഡിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സർക്കാർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇനി ബോർഡിന് ഉണ്ടാവില്ല. ഇത്തരം സ്വത്തുക്കളുടെ തർക്കത്തിൽ ജില്ലാ കളക്ടർക്ക് തീരുമാനമെടുക്കാൻ അധികാരമുണ്ട്. സ്വത്ത് വഖഫ് ബോർഡിൻ്റെ ആണോ സർക്കാരിൻ്റെയാണോ എന്ന് വ്യക്തമാക്കി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കണം തുടങ്ങിയവയാണ് മാറ്റങ്ങൾ.